ഈ സമയത്താണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. മഞ്ജു വന്ന് ഭാനുമതി അമ്മയോട് പറയണേ, അമ്മേ ഞാൻ. അന്നേരം ഭാനു പറയണേ, വേണ്ട, എനിക്ക് നിന്റെ വിശദീകരണമൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ, അത് മാത്രം നീ പറഞ്ഞാൽ മതി. നീ ജോലി രാജിവെക്കുന്നുണ്ടോ ഇല്ലയോ? ഈ സമയം മഞ്ജു പറയണേ, എനിക്ക് എൻ്റെ ഈ ജോലി രാജിവെക്കാൻ പറ്റില്ല അമ്മേ. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്തായിരുന്നു അമ്മ ഇത് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ ഈ ജോലി എൻ്റെ അച്ഛനുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധമാണ്. അത് മുറിച്ചു മാറ്റാൻ എന്നെക്കൊണ്ടാവില്ല അമ്മേ. അന്നേരം ഭാനു പറയണേ, മതി, ഇത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഗിരി വരുമ്പോൾ ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് ഈ കുടുംബത്തെക്കാളും വലുത് നിന്റെ ജോലിയാണല്ലോ, അതറിഞ്ഞാൽ മതി. ഈ സമയം സ്വപ്ന പറയണേ, എടി ഇന്നത്തോടെ നിന്റെ ഈ വീട്ടിലെ പൊറുതി തീർന്നു. ഏട്ടൻ വന്നോട്ടെ, ഏട്ടൻ തന്നെ നിന്നെ അടിച്ചു പുറത്താക്കിക്കോളും. ഈ ഒരു സമയത്ത് തന്നെ ഗിരി അവിടെ എത്തുവാണ്. അന്നേരം ഭാനുമതി പറയണേ, 100 ആയുസ അവനെത്തി. അങ്ങനെ ഗിരി അകത്തേക്ക് വന്നിട്ട് ചോദിക്കണേ, അല്ല എന്തായത്, എല്ലാവരും എന്താ ഇവിടെ തന്നെ നിൽക്കുന്നതും? ഈ സമയം ഭാനുമതി പറയണേ, നിന്നെ തന്നെ കാത്തു നിൽക്കുമായിരുന്നു. ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുണ്ട്. അന്നേരം ഗിരി ചോദിക്കണേ, അതിന് എന്നെ കാത്തു നിൽക്കുന്നത് എന്തിനാ? ഈ വീട്ടിലെല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അമ്മ തന്നെയല്ലേ? അന്നേരം ഭാനുമതി പറയണേ, ഇത് നിന്റെ ഭാര്യയെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പോലീസുകാരെ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമല്ലെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ആ ഒരു സമയത്താണ് നീ ഒരു പോലീസുകാരിയെ ഭാര്യയാക്കി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടും ഞാനിവളെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. പോലീസുകാരിയായ ഇവളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇവളെ കണ്ടപ്പോൾ ഒരു പാവം തോന്നി. അതുകൊണ്ട് ഇവളെ ഈ കുടുംബത്തിലെ ഒരംഗമാക്കാൻ ഞാനിവളുടെ മുമ്പിലേക്ക് ഒരു നിർദ്ദേശം വെച്ചു. എന്നാൽ ഇവൾക്കത് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇവൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അന്നേരം ഗിരി പറയണേ, ഓ അത് ശരി, അപ്പോൾ അതിനർത്ഥം അമ്മ എടുത്ത തീരുമാനം ഇവൾ നിരസിച്ചു എന്നല്ലേ? അതായത് ഇവൾക്ക് ഈ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമില്ലെന്നും. അല്ല, അമ്മ ഇവളോട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? അന്നേരം ഭാനു പറയണേ, ഞാനിവളോട് ഇവളുടെ ജോലി രാജിവെക്കണമെന്ന് പറഞ്ഞു. ഇവളൊരു പോലീസുകാരിയായിരിക്കുന്നത് കൊണ്ടാണ് ഇവൾ എനിക്ക് മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തത്. ഇവളെ ആ ജോലി രാജിവെച്ച് കഴിഞ്ഞാൽ ഇവളൊരു സാധാ പെൺകുട്ടിയാവും. അങ്ങനെയുള്ള ഇവളെ എനിക്ക് എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതിൽ ഒരു വിരോധവും ഇല്ല. ആ ഒരു അഭിപ്രായം ഇവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവൾ ഈ വീട്ടിൽ തുടർന്നിട്ട് കാര്യമില്ലല്ലോ. എന്താ അത് ശരിയല്ലേ? അന്നേരം ഗിരി പറയണേ, അമ്മ പറഞ്ഞത് ശരിയായ കാര്യമോ? അമ്മയുടെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാമല്ലോ. എനിക്കിവള് പോലീസ് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. പോലീസുകാരെ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ലല്ലോ. പോലീസുകാരിയായി ഇവള് തുടരുന്നിടത്തോളം കാലം ഇവളെ എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാനും പറ്റില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇവള് ജോലിക്ക് പോകണ്ടെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ഗിരിയുടെ വാക്ക് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അന്നേരം ഭാനു പറയണേ, മോനെ നീ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അന്നേരം ഗിരി പറയണേ, ഇവളെ സംബന്ധിച്ച് ഇവളുടെ പോലീസ് ജോലിക്ക് ഇവളുടെ അച്ഛൻ്റെ ജീവൻ്റെ വിലയുണ്ട്. ആ ജോലി ഉപേക്ഷിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ലമ്മേ. അന്നേരം ഭാനു പറയണേ, നീ ഇവളുടെ ഭർത്താവാണ്. ഇവളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ നിനക്കും അവകാശമുണ്ട്. അന്നേരം ഗിരി പറയണേ, അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഉണ്ടാവും. പക്ഷേ നമ്മുടെ അച്ഛൻ അങ്ങനെയായിരുന്നോ? അച്ഛൻ എന്ത് കാര്യം തീരുമാനം എടുക്കുമ്പോഴും അതിന് അമ്മയുടെ അഭിപ്രായങ്ങളെ മാനിച്ചിരുന്നില്ലേ? അമ്മയുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ലേ എന്ത് തീരുമാനം എടുത്തിട്ടുള്ളൂ? ആ അച്ഛൻ്റെ മകനാണ് ഞാൻ. എനിക്കും അതേ രീതി തന്നെ തുടരാൻ പറ്റുള്ളൂ അമ്മേ. ഈ സമയം സ്വപ്ന പറയണേ, ഏട്ട ചുമ്മാ ഇങ്ങനെ ആദർശം പറഞ്ഞുകൊണ്ടിരിക്കാതെ. അമ്മയെടുത്തൊരു തീരുമാനം ഇവൾ അംഗീകരിച്ചില്ല. ആ നിലയ്ക്ക് ഇവളെ ചവിട്ടി പുറത്താക്കിയല്ലേ ചെയ്യേണ്ടത്. ഈ സമയം ഗിരി പറയണേ, മോളെ സ്വപ്നെ, അധികം താമസിയാതെ നിന്നെ മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടേണ്ടി വരും. ആ വീട്ടിലെ ആൾക്കാർ നീ ജോലിക്ക് പോകണ്ടെന്ന് നിന്നോട് പറഞ്ഞാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഇതറിയുന്ന ഞാൻ അവരോട് എങ്ങനെ പെരുമാറുന്നെന്ന് നിനക്കറിയാലോ. നിന്നെപ്പോലെ തന്നെ ഒരു പെണ്ണല്ലേ മഞ്ജു. അവൾക്കും അവളുടേതായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ ഇല്ലേ? എൻ്റെ അനിയത്തിക്കൊരു നിയമവും ഭാര്യയ്ക്ക് വേറൊരു നിയമവും എന്ന് പറയുന്നത് ശരിയാണോ? എന്നിട്ട് ഗിരി അമ്മയുടെ അരികിലേക്ക് ചെല്ലണേ, അമ്മേ, ഇവളുടെ ജോലിയുടെ കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം എടുത്തു. ഞാനും എൻ്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞു. ഇവളെ ഈ വീട്ടിൽ നിർത്തണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അമ്മക്കുണ്ട്. പക്ഷേ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ല അമ്മേ. അങ്ങനെ പറഞ്ഞ് ഗിരി അകത്തേക്ക് പോകുവാണ്. അങ്ങനെ ഗിരിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം ഭാനുമതി മഞ്ജുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയണേ, അതെ, ഇത്തവണ നീ രക്ഷപ്പെട്ടു. പക്ഷേ എല്ലാ തവണയും ഇങ്ങനെ സംഭവിക്കുമെന്ന് നീ കരുതണ്ട. അങ്ങനെ പറഞ്ഞ് ഭാനുമതി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുകയാണ്. പിന്നാലെ സ്വപ്നയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് മഞ്ജുവിൻ്റെ ജോലി ഇന്നത്തോടെ പോകും, അവളുടെ അഹങ്കാരം തീരും എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നടക്കുമായിരിക്കും. ഈ സമയം അമ്മാവനും മഹിമയും കൂടി ഗിരിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി വരുന്നത് കാണുവാണ് മഹേഷ്. അന്നേരം മഹേഷ് പറയണേ, നിങ്ങളിനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഇന്നത്തോടെ അവൾക്ക് ജോലി അല്ലെങ്കിൽ ഭർത്താവ് ഏതെങ്കിലും ഒന്നേ ഉണ്ടാകൂ. ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആ ഗിരിയുടെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും, അല്ലാതെ വേറൊരു ഗുണവും ഇല്ല. അന്നേരം അമ്മാവൻ പറയണേ, നിനക്ക് പെങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഇതിലൊന്നും അഭിപ്രായം പറയണ്ട. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം.
നമ്മൾ ഈ കാര്യത്തിൽ ഒന്നും ഇടപെട്ടില്ലെങ്കിൽ അവൾക്ക് ആരുമില്ലെന്നുള്ള ചിന്ത അവർക്കുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ അവർ അവളെ വീണ്ടും ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കും. അന്നേരം മഹേഷ് പറയണേ, ഓ പിന്നെ നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്ത് കാണിക്കാനാ? ഈ സമയത്ത് തന്നെ മഹിമയുടെ ഫോണിലേക്ക് മഞ്ജു വിളിക്കുമായിരിക്കും. ചേച്ചിയാണെന്ന് പറഞ്ഞ് മഹിമ ഫോൺ സ്പീക്കർ ഫോണിലിടുവാണ്. ഹലോ ചേച്ചി, ചേച്ചി ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞു. എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെച്ചത്? അന്നേരം മഞ്ജു പറയണേ, സോറി മോളെ, അപ്പോഴത്തെ ടെൻഷനിൽ അങ്ങനെ ചെയ്തതാ. അന്നേരം മഹിമ പറയുക, ചേച്ചി ഞാനും അമ്മാവനും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ്, ഞങ്ങൾ ഉടനെ അവിടെ എത്തും. അന്നേരം മഞ്ജു പറയണേ, ഏയ് അതൊന്നും വേണ്ട മോളെ, ഇവിടുത്തെ പ്രശ്നമൊക്കെ പരിഹരിച്ചു. പരിഹരിച്ചോ? അതെങ്ങനെ? അന്നേരം മഞ്ജു പറയണേ, അത് പിന്നെ ഗിരിയേട്ടൻ എന്നോട് ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു. സത്യമാണോ ചേച്ചി? അതേന്ന് മഞ്ജു പറയുക കേട്ടോ. അതൊക്കെ കേട്ടിട്ട് മഹേഷിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മഹേഷ് അവിടെ നിന്നും അകത്തേക്ക് പോകുവാണ്. ഈ സമയം മഹിമ പറയണേ, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഗിരിയേട്ടൻ നല്ല മനസ്സാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല മോളെ. എന്നാൽ ശരി, ഞാൻ ഫോൺ വെക്കുവാണേ. അങ്ങനെ പറഞ്ഞ് മഞ്ജു കോള് കട്ടാക്കുവാണ്. പിന്നീട് റൂമിലെത്തുന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. ഈ സമയം ഗിരി നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ മഞ്ജു കട്ടിലിൻ്റെ ആ ഒരു സൈഡിലിരുന്ന് ഗിരിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് ഗിരി കണ്ണു തുറക്കുവാണ്. അങ്ങനെ കണ്ണു തുറന്ന് മഞ്ജുവിനെ നോക്കുമ്പോഴേക്കും മഞ്ജു പെട്ടെന്ന് അങ്ങനെ ഞെട്ടിപ്പോകുക. പെട്ടെന്ന് കട്ടിലിന് ചാടി എണീറ്റ് അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുവാണ് കേട്ടോ. അന്നേരം ഗിരി ചോദിക്കണേ, എന്തു പറ്റി? നിനക്കെന്താ ഉറക്കമില്ലേ? വെറുതെ നോക്കിക്കൊണ്ടിരുന്നോളൂ. അങ്ങനെ പറഞ്ഞ് ഗിരി അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുവാണ് കേട്ടോ. ഈ സമയം മഞ്ജു ഒരു ചമ്മലോടെ കട്ടിലിൽ വന്ന് കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗോപാൽജിയുടെ വീടാണ്. അവിടെ സങ്കടത്തോടെ ഇരിക്കുന്ന ശാലിനിയുടെ അരികിലേക്ക് ചെല്ലുവാണ്ട് ഗോപിക. മോളെ ശാലിനി, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അന്നേരം ശാലിനി പറയണേ, അത് പിന്നെ ചാച്ചു, ഞാൻ ഗിരിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. അന്നേരം ചാച്ചു പറയണേ, നീ ഇങ്ങനെ ഗിരിയെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഗിരിയെ നിനക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഗോപാലേട്ടൻ ഡൽഹിയിലേക്ക് പോയിരിക്കുക. അവിടെ ചില മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും 1 മാസം കഴിയും തിരികെ നാട്ടിലെത്താൻ. ഇവിടെ ഇപ്പം നിന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഈ സമയം നീ മുതലെടുക്കണം. ഞാൻ എന്തു ചെയ്യണമെന്നാണ് ചാച്ചു പറയുന്നത്? അന്നേരം ചാച്ചു ഗോപിക പറയുവാണ്, ഗിരിയെ മഞ്ജുവിനെ തമ്മിലകറ്റണം. അതിനുള്ള നമ്മുടെ മുമ്പിലുള്ള തുറപ്പിച്ചിട്ട് അവരുടെ 2 ആളുടെയും കുടുംബങ്ങളാണ്. 2 പേർക്കും സ്വന്തം കുടുംബം എന്ന് പറഞ്ഞ ജീവനാ. അത് വെച്ച് വേണം നമ്മൾ കളിക്കാനായിട്ട്. ഗിരിയുടെ അച്ഛനെ കൊന്ന വർഗത്തിൽപ്പെട്ട ഒരുത്തൻ്റെ മകളാണ് മഞ്ജു. ഈ ചിന്ത നീ ഗിരിയുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഗിരിയുടെ ഉള്ളിൽ മഞ്ജുവിനോടുള്ള പക ആളിക്കത്തിക്കണം. അതൊന്ന് കെട്ടുമെന്ന് തോന്നുമ്പോൾ വീണ്ടും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഗിരിയുടെ ഉള്ളിൽ മഞ്ജുവിനെ കൊല്ലാനുള്ള പക നീ വളർത്തിയെടുക്കണം. അതിനോടൊപ്പം തന്നെ ഗിരിയുടെ അമ്മേനെയും അനിയത്തിനെയും നീ കയ്യിലെടുക്കണം. അവർ പണത്തോട് ആർത്തിയുള്ള ആൾക്കാരാണ്. മഞ്ജു ഗിരിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകുവാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് നീ വരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ അവർ നിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ ആ വീട്ടിൽ മഞ്ജു ഒറ്റപ്പെടും. അന്നേരം ശാലിനി പറയണേ, സ്വപ്ന ഇപ്പം തന്നെ എൻ്റെ പക്ഷത്താണ്. അവൾക്ക് ഞാൻ പൈസയും ഗിഫ്റ്റും ഒക്കെ കൊടുത്ത് എൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. അവൾ ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യും. അന്നേരം ചാച്ചു പറയണേ, അത് കൊള്ളാം. സ്വപ്നയെ വെച്ച് തന്നെ നമ്മൾ മഞ്ജുവിനെ പെടാപ്പടുവെടുത്തണം. അവൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കണം. അന്നേരം ശാലിനി പറയണേ, സ്വപ്നയെ മാത്രമല്ല ഭാനുമതി അമ്മയെ ഞാൻ കയ്യിലെടുക്കും. അന്നേരം ഗോപിക പറയണേ, പിന്നൊരു കാര്യം, ഇവരെ 2 പേരെയും വെച്ച് നീ നടത്തുന്ന നീക്കങ്ങൾ ഗിരി അറിയാൻ പാടില്ല. ഇത് ഗിരി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ വെറുക്കും. അത് മഞ്ജുവിനോടുള്ള അടുപ്പം കൂട്ടുന്നതിന് കാരണമാകും. അങ്ങനെ വെളുക്കാൻ തെച്ചത് പാണ്ടാകും. അതുകൊണ്ട് അക്കാര്യം നീ ശ്രദ്ധിക്കണം. മഞ്ജുവിന് ആ വീട്ടിൽ ഒട്ടും നിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവൾ തന്നെ അവിടെ നിന്ന് ഓടി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളും. പിന്നെ നീ ആഗ്രഹിച്ചതുപോലെ ഗിരി നിൻ്റേത് മാത്രമാകും. അങ്ങനെ ചാച്ചുവിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുവാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീടാണ്. മുകുന്ദൻ അങ്ങനെ വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും ഗിരി അങ്ങോട്ടേക്ക് വരുന്നത്. ഗിരിയാകെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മുകുന്ദൻ കാര്യം എന്താണെന്ന് ചോദിക്കുക. അന്നേരം ഗിരി പറയണേ, ഒന്നും പറയണ്ട, ഇന്നലെ ആ ചന്ദ്രൻ തെങ്ങ് കയറാൻ വന്നിരുന്നു. അവൻ്റെ മുമ്പിൽ അങ്ങ് നാണം കിട്ടു. എന്താ പറ്റിയത്? ആ സമയം ഗിരി പറയണേ, ആ ചന്ദ്രൻ തെങ്ങ് കയറി കഴിഞ്ഞ് പോകാൻ തുടങ്ങുമായിരുന്നു. ആ കൃത്യസമയത്ത് തന്നെ മഞ്ജു വന്ന് അവളുടെ യൂണിഫോം കൊണ്ടുവന്ന് ഇരിച്ചിട്ടു. അവനാണെങ്കിൽ അതേ നോക്കിയിട്ട് എന്നെ ഒരുമാതിരി ആക്കി ചിരി. ആ സമയത്ത് അവിടെ അമ്മയും സ്വപ്നയും ഉണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ആ ചന്ദ്രനിട്ട് ഞാനൊരു കൊട്ടു കൊടുത്താനെ. അന്നേരം ചിരിച്ചുകൊണ്ട് മുകുന്ദൻ പറയണേ, ഇതായിരുന്നോ കാര്യം? ഇത് നിനക്കൊരു തമാശയായിട്ട് എടുത്താൽ പോരെ? ഇതാണോ എൻ്റെ തമാശ? അല്ല, എന്നിട്ട് നീ മഞ്ജുവിനോട് ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? അന്നേരം ഗിരി പറയണേ, ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷെ അമ്മ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതുമാത്രമല്ല, അവളുടെ പോലീസ് ജോലി രാജിവെക്കണമെന്നും അല്ലെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും ഒക്കെ അമ്മ പറഞ്ഞു. എടാ, എന്നിട്ട് നീ എന്താ തീരുമാനം എടുത്തത്? അന്നേരം ഗിരി പറയണേ, ഞാൻ പറഞ്ഞു, അവളുടെ ജോലി രാജിവെക്കാൻ പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അമ്മയുടെ തീരുമാനത്തിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതേക്കുമ്പോൾ മുകുന്ദന് സന്തോഷമാകുക. അതുകൊള്ളാം, അത് നന്നായി. നീ അങ്ങനെ പറഞ്ഞല്ലോ.
ഇതൊക്കെ നമുക്ക് പതിയെ ശരിയായിക്കോളും. അന്നേരം ഗിരി പറയണേ, എങ്ങനെ ശരിയാവാനാ? എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല. ഉള്ള സ്വസ്ഥതയെല്ലാം പോയി. എല്ലാത്തിനും കാരണം അവളുടെ ജോലിയാണ്. അന്നേരം മുകുന്ദൻ പറയണേ, അവളുടെ ജോലിക്ക് എന്താ കുഴപ്പം? അവൾ പിന്നെ എന്ത് ചെയ്യും? ജോലിക്കൊന്നും പോകാൻ പാടില്ലേ? അന്നേരം ഗിരി പറയണേ, അങ്ങനെ ഞാൻ പറഞ്ഞോ? അവൾക്ക് വേറെന്തൊക്കെ ജോലിക്ക് പോകാം. അവൾക്ക് ഈ പോലീസ് ജോലി തന്നെ ചെയ്യണമെന്നുണ്ടോ? അവൾക്കൊരു പാട്ടുകാരി ആയിക്കൂടെ? അവൾ മ്യൂസിക്കിലല്ലേ BA എടുത്തിരിക്കുന്നത്. അവൾ നല്ലപോലെ പാടുകയും ചെയ്യുമല്ലോ. അന്നേരം മുകുന്ദൻ ചിരിച്ചുകൊണ്ട് പറയണേ, ആര്? മഞ്ജുവോ? പാട്ട് പാടാനോ? അവൾക്ക് സ്റ്റേജ് കണ്ടാൽ തന്നെ പേടിയാ. അന്നേരം ഗിരി പറയണേ, അത് പിന്നെ ആ വെള്ളത്തിൽ വീണ സംഭവത്തിന് ശേഷമല്ലേ അവൾക്ക് അങ്ങനെ പേടി വന്നത്. അതിനു മുമ്പൊക്കെ അവൾ നല്ലപോലെ പാടുമായിരുന്നല്ലോ. നിനക്ക് ഓർമ്മയില്ലേ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവൾ കലാതിലൊക്കെ വരുന്നില്ലേ? ലൈറ്റ് മ്യൂസിക്കിലൊക്കെ അവൾക്ക് ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഗിരിയുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് മുകുന്ദൻ അന്തം വിട്ട് നിൽക്കുക. അവൾ പാടിയ പാട്ടൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതേത് പാട്ട് എന്ന് മുകുന്ദൻ ചോദിക്കുക. അന്നേരം ഗിരി പറയണേ, മറ്റേ രാധിക ഘനശ്യാമേ. അത് കേട്ടിട്ട് മുകുന്ദൻ ചിരിച്ചുകൊണ്ട് പറയണേ, എടാ കള്ള, അപ്പോൾ പണ്ട് മുതലേ നിന്റെ മനസ്സിൽ മഞ്ജു ഉണ്ടല്ലേ? അവളോട് നിനക്ക് പണ്ട് തൊട്ടേ പ്രേമം ഉണ്ടായിരുന്നല്ലേ? അന്നേരം ഗിരി ഒരു ചമ്മലോട് കൂടി നിൽക്കുക. എന്നിട്ട് പറയണേ, ദേ നിജുമ അനാവശ്യമൊന്നും പറയല്ലേ, എനിക്ക് അവളോട് പ്രേമമൊന്നുമില്ല. പിന്നെ എങ്ങനെയാടാ നീ അവൾ പാടിയ പാട്ടൊക്കെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഓർത്തിരിക്കുന്നത്? ഇത് അവൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അന്നേരം ഗിരി പറയണേ, അത് പിന്നെ ദാസേട്ടൻ്റെ പാട്ടൊക്കെ നമ്മളിപ്പോഴും ഓർത്തിരിക്കില്ലേ എന്ന് പറഞ്ഞ് ദാസേട്ടനോട് പ്രേമമുണ്ടോ? അന്നേരം മുകുന്ദൻ പറയണേ, ഡാ ഗിരി, നീ ഉരുണ്ടൊന്നും കളിക്കണ്ട. എനിക്കിപ്പോൾ ഒരു സംശയം. നകുലനും സഞ്ജുവുമായിട്ടുള്ള മഞ്ജുവിൻ്റെ വിവാഹം മുടക്കിയത് നീ തന്നെയല്ലേ അവളെ സ്വന്തമാക്കാനായിട്ട്? ദേ എടാ മുകുന്ദ, നീ വെറുതെ അനാവശ്യം പറയല്ലേ. അന്നേരം മുകുന്ദൻ ചിരിച്ചുകൊണ്ട് വരണേ, അനാവശ്യമൊന്നുമല്ല, നിനക്ക് മഞ്ജുവിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവളോടെ നിനക്ക് പ്രണയമുണ്ട്. അങ്ങനെ മുകുന്ദൻ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പ്രൊമോ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്